ഈ തുടരും മൂവിയുടെയൊക്കെ 7 അയലത്ത് ദൃശ്യം 3 വരുമോ? ഇതിനെക്കാട്ടി ബെറ്റർ 2 വന്നതിന്റെ പേരിൽ 10ൽ 8 കൊടുത്തു. അവർ ദൃശ്യം 2 10ൽ 10 കൊടുത്തു. കാര്യം തിയേറ്ററിൽ തന്നെ കാണേണ്ട ഗംഭീര പടമാണ്. ഈ ഒരു ഇതിൽ നിന്ന ടൈമിലാണ് നമുക്ക് 2026 ദൃശ്യം 3 ഇറങ്ങിയത്. ദൃശ്യം 3 പിന്നെ ഈ രണ്ട് പടത്തിന്റെയും 7 അയലത്ത് എത്തിയിട്ടില്ല. ഓക്കെ, ദൃശ്യം 2 ആണെങ്കിൽ ഗംഭീരം എന്ന് പറയാം, അതിന്റെ 7 അയലത്ത് എത്തിയിട്ടില്ല. ഫാൻസ് ബേസും ആ സീരീസ് വെച്ചിട്ട് ഒരു കൊലപാതകം എത്രാം ചെലിയ വലിച്ചു നീട്ടുന്നത്. പിന്നെ ഒറ്റയ്ക്കിരുന്ന് പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10,000 രൂപ സമ്മാനം. ഒരു പടം അങ്ങനത്തെ പോലെ പടം കണ്ടു നിങ്ങൾ ഭയമില്ല. അപ്പൊ പിന്നത്തെ പറഞ്ഞു, നിങ്ങൾ ഈ പടം സിനിമ കണ്ടതിന് ശേഷം, ക്ലൈമാക്സ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അറിയാതെ ഒരു തുള്ളി കണ്ണുനീര് പോലും പുറത്തിറങ്ങാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം എന്നൊക്കെ. അങ്ങനത്തെ അഡ്വർടൈസ്മെന്റിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോഴത്തെ അഡ്വർടൈസ്മെന്റിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 10 മണിക്കൂർ കൊണ്ട് 10 കോടി രൂപ, 24 മണിക്കൂർ കൊണ്ട് 1 മില്യൺ ടിക്കറ്റ് വിറ്റു. പിന്നെ ഫസ്റ്റ് ഡേ 50 കോടി രൂപ കടക്കുന്നു. പിന്നെ 100 കോടി രൂപ വെറും 58 മണിക്കൂർ അല്ലെ 62 മണിക്കൂർ അല്ലെ 100 മണിക്കൂർ കൊണ്ട് 100 കോടി രൂപ സിനിമ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വമ്പൻ അഡ്വർടൈസ്മെന്റ് ആണ്. അല്ലാതെ ഇത് കണ്ടിട്ട് ഇത് ഞങ്ങൾ ഔദ്യോഗികപരമായിട്ട് ഒരു പോസ്റ്റർ ഇട്ടല്ലോ, ആ പോസ്റ്ററിനകത്ത് ഞാൻ ഔദ്യോഗികപരമായിട്ടൊരു കാര്യം പറയാം. ഇപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും വലിയ വലിയ ബ്രാൻഡിന്റെ ഒക്കെ അംബാസഡർ ആവുന്ന, വലിയ പരസ്യത്തിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേറൊരാളെ വെക്കുന്നില്ല. ആ വ്യക്തി എന്ന് പറഞ്ഞ സമൂഹത്തിൽ അറിയപ്പെടുന്ന നിലയും വിലയുള്ള വ്യക്തിയാണ്. അവരെ വെച്ച് ബ്രാൻഡ് വാല്യൂ കൂടും. അവര് പറയുന്നത് ഇച്ചിരി ട്രസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നും. എത്ര കള്ളമെന്ന് പറഞ്ഞാലും ഇപ്പൊ മമ്മൂക്കാടെ ഒരു പരസ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ ഗ്ലാമർ ആവും എന്ന് പറഞ്ഞ കേസൊക്കെ കൊടുത്തു. ഇതെന്ന് പറഞ്ഞാൽ അത് ആൾക്കാരുടെ മുന്നിൽ അങ്ങനെ ഇത് നിൽക്കുന്നതിന്റെ പേരില്ല. നമുക്കൊരു മൈൻഡിൽ, നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞ സാധനം അത് കണ്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നതൊക്കെയാണ്. അതിനാണ് ഈ ബ്രാൻഡ് ഇത്രയും കോടിക്കണക്കിന് രൂപ കൊടുത്ത് അവരെ അംബാസഡർ ആക്കുന്നത്. അല്ലാതെ ആ പരസ്യത്തിന്റെ വാല്യൂം ആ ബ്രാൻഡ് എന്തായാലും വളരെ ചെയ്യും. കാരണം നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും വലിയൊരു ആൾ അഡ്വർടൈസ്മെന്റ് വെക്കുന്നത്. അവർ അത്ര റെമ്യൂണറേഷൻ മേടിക്കുന്നത്. അവർക്ക് അതിനുള്ള വാല്യൂ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ചായ കുടിച്ചിട്ട് അണ്ണം പൈസ തരും എന്നും പറഞ്ഞുള്ള രാഷ്ട്രീയക്കാരെ വിശ്വസിച്ചതും, പിന്നെ MS ഓഫീസും ടാലിയും അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് 1.5 കോടി രൂപ പിന്നെ കമ്പനിക്ക് കോൺട്രാക്ട് കൊടുത്തെന്ന് പറയുന്ന രാഷ്ട്രീയക്കാർ, അവരെ പിൻപറ്റുന്ന രാഷ്ട്രീയക്കാരും, 50 രൂപയ്ക്ക് 1 ലിറ്റർ ഡീസൽ കിട്ടുന്നു, 1 ലിറ്റർ പെട്രോൾ കിട്ടുമെന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരും, അവരെല്ലാം വിശ്വസിക്കുന്ന അണികൾ വിശ്വസിച്ചിരിക്കുന്ന, അവർ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് വിശ്വസിച്ചിരിക്കുന്ന അണികളുള്ള നാടാണ് നമ്മുടേത്. അപ്പോ അതേപോലെ ഈ 100 കോടി രൂപ, 1000 കോടി രൂപ, 10,000 കോടി രൂപ എന്നൊക്കെ ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് വരുമ്പോൾ അതും വിശ്വസിച്ചിട്ട് തർക്കിക്കാൻ വരുന്നതിന് മുന്നേ നിങ്ങൾ ലോജിക്കായിട്ട് നോക്കിയാൽ മതി. സുഹൃത്തെ, കറുപ്പ് മൂവിയുടെ അത്രയും ഈ ദൃശ്യം 3 എന്ന് പറഞ്ഞ പടത്തിന്റെ അത്രയും പിന്നെ കറുപ്പ് മൂവിക്ക് നെഗറ്റീവ് ഇല്ല, ഒരിക്കലും വരത്തില്ല. അതായത് മനസ്സിലാക്കുക, ദൃശ്യം 2ന്റെ 7 അയലത്ത് ദൃശ്യം 3 വരൂ, അതും വരത്തില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പടത്തിന്റെ സീരീസ് 1ഉം 2ഉം വിജയിച്ചെന്ന് പറഞ്ഞ് മൂന്നാമത്തെ പടം അതിന്റെ അപ്പുറം തള്ളിയെങ്കിലും കൊണ്ടുപോകുന്ന പരിപാടി, അത് ഞാൻ കണക്ക് പറയാൻ ഇതിന്റെ ഫുള്ള് വീഡിയോ ആണെങ്കിൽ യൂട്യൂബ് ചാനലുണ്ട്, ഇതിനകത്ത് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ്